മോനെ എന്തു പറ്റി? എന്തിനാ എൻ്റെ മോൻ കരയുന്നേ? എന്താണല്ലോ അപ്പനോട് പറ. അപ്പ സൺഡേ സ്കൂൾ വാർഷികത്തിനുള്ള സ്കിറ്റിൽ എന്നോട് യൂദാസ് ആകാൻ ടീച്ചർ പറഞ്ഞു. അപ്പ എനിക്ക് യൂദാസ് ആകണ്ട. അപ്പ ഈശോയെ ഒറ്റ കൊടുക്കുന്ന വേഷം എനിക്ക് വേണ്ട. വേണ്ട, എൻ്റെ മോൻ യൂദാസ് ആകണ്ട. അപ്പം ടീച്ചറോട് പറഞ്ഞോളാം. എൻ്റെ മോൻ ഒരിക്കലും യൂദാസ് ആകണ്ട കേട്ടോ. ഹലോ, There you go. എന്താ എൻ്റെ കേസിൻ്റെ അവസ്ഥ? കേസ് എന്താകാൻ? ഈ കോപ്പിലെ കേസ് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ ആ നശിച്ച വീട്ടിലേക്ക് ആർക്ക് പോകണം? അവളെ തല്ലാം കൈ ഓങ്ങിയുള്ളൂ. അപ്പോഴേക്ക് പോലീസും കേസും. ശരിക്കും പറഞ്ഞാൽ അവളൊന്ന് പൊട്ടിക്കണ്ടേ? ഈ കേസ് കാരണം ജോലിയൊന്നും ശരിയാകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒടുക്കത്തെ കൈവറ ഒന്നും മേനയാകുന്നില്ലടാ. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. എന്തെങ്കിലും വഴിയുണ്ടോടാ? ഒരു വഴിയില്ല അച്ചോ. സന്തോഷം തന്നറിഞ്ഞിട്ട് നാളുകളായി. എൻ്റെ മക്കളെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ എല്ലാ നേരത്തും നാട്ടിലോട്ട് പോയില്ലെന്ന് ആലോചിക്കുക അച്ഛാ. വയസ്സായ അപ്പനമ്മയ്ക്കെങ്കിലും ഒരു സഹായം ആവുമല്ലോ. ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ കേസും കൂട്ടൊന്നും വേണ്ടെന്ന്. സ്ഥിരം കൂടിയായിരുന്നെങ്കിലും വീട്ടിലൊരാളുണ്ടായിരുന്നേനെ. ഇപ്പം ആർക്ക് പോയി? എനിക്കും എൻ്റെ പിള്ളേർക്കും. ഞാൻ മടുത്തു വച്ചാ. മോളെ, അത് പറയാൻ കൂടെയാണ് കാണണമെന്ന് പറഞ്ഞേ. ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് വീട്ടിലെ കണ്ടിരുന്നു. വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു. ചിലപ്പം എല്ലാം നല്ലതിനാവും. മോളുടെ വിഷമം സർവശം കാണാതിരിക്കില്ല. ഒരു വഴിയുണ്ട്. കുറച്ച് വളഞ്ഞതാ. റിസ്ക് എടുക്കണം. നീ കാര്യം പറ. വെഞ്ചരിച്ച ഓസ്തി കിട്ടാൻ പറ്റുമോ? ഇവിടെ എല്ലാ ആഴ്ചയും ഡെവിൾ വേർഷിപ്പ് നടത്തുന്ന ഒരു ആൻറ്റി ക്രൈസ്റ്റ് ടീമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞ നമ്മുടെ നാട്ടിലെ സാത്താൻ സേവ ഒന്നല്ല, ഒരുപാട് ടീമുണ്ട്. അതിലൊരു ഗ്യാങ്ങിനെ എനിക്കറിയാം. അതിലൊരുത്തൻ എൻ്റെ കൂടെ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മലേഷ്യൻ തമിഴനാണ് ഇതിൻ്റെ മെയിൻ. കൂടെ എന്തിനും പോകുന്നമാരും റിയൽ ഡെവിൾസ്. ഇമാർക്ക് എല്ലാ ആഴ്ചയും ഓസ്തി വേണം, അതും വെഞ്ചരിച്ചത്. ഒപ്പിക്കാൻ പാടാണെന്നറിയാം, പക്ഷേ ഒപ്പിക്കാൻ പറ്റിയ ന്യായമായ കാശ് കിട്ടും. ഓസ്തി ഞാൻ റെഡി.
പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് രക്ഷക്ക് ടീമിനോടാണ്. ഈ സിറ്റിയിലെ ഡ്രഗ്, വീട്, സ്മഗ്ലിങ് തുടങ്ങി സകല ഉടായ്പും യുവമാരറിയാൻ നടക്കത്തില്ല. വാക്ക് പറഞ്ഞിട്ട് അവസാനം സാധനം കൊടുക്കാൻ പറ്റാവുന്ന, പിന്നെ നമ്മൾ തീർന്നു എന്ന് കൂട്ടിയാൽ മതി. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, എന്തും ചെയ്യാനുള്ള ധൈര്യം, അതാ എനിക്കിപ്പോൾ. നീ അറിവിളി, സാധനം ഞാൻ കൊണ്ടുവരാം. സാധനം കിട്ടിയോ? വാ പപ്പി കയറാം, രണ്ടടിക്കാൻ ഒന്ന് മൂടാട്ടെ. ഓ, എനിക്കൊരു മൂടില്ലടാ. ഓ, ഇത് കിട്ടിയോണ്ടേ നീ അങ്ങ് പുണ്യാളനായോ? അതല്ലടാ, എനിക്കെന്തോ ഒരു നമുക്കിത് വേണമെന്നൊരു തോന്നല്. നമുക്കല്ല, നിനക്ക് എങ്ങനെയും കാശുണ്ടാക്കണമെന്ന് പറഞ്ഞു തുടങ്ങി കളിയായത്. നിന്റെ ഉറപ്പിമേലേ ആ കാലമാർക്ക് വാക്കൊടുത്ത ഞാനാ. ഇനി ഇത് കൊടുക്കാൻ പറ്റിയില്ലല്ലേ, പണി കിട്ടാൻ പോകുന്നത് എനിക്കാ. ഇനിയിപ്പം നിനക്ക് വേണ്ടേലും എനിക്ക് വേണം. അതുകൊണ്ട് ആ തോന്നലങ്ങ് വിട്ടേരെ. പിന്നെ ഈ പത്രോസിൻ്റെയും യൂദാസിൻ്റെയും വേഷം ഒരുമിച്ച് ചേരില്ല. യുവദാസ് കൂടുതലും The number you are trying to call is currently not reachable. Please try again later. അച്ഛാ, എനിക്കൊന്ന് കാണണം. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി സോണി? നമ്മൾ പീറ്ററിന് ഞാൻ കാരണമാ. വെഞ്ചരിച്ച ഓസ്തി കിട്ടാൻ ഓസ്തി ഞാൻ യുവദാസ് കൂടുതലും. അങ്ങനെ ആ വെഞ്ചരിച്ച ഓസ്യുമായി ഞങ്ങളിവിടെ പോയി.
ഫെർണാണ്ടോ. ഓസ്തിയും കൊടുത്ത് കിട്ടിയ പണമായി ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് യൂദാസാകുണ്ടാവാ. ഈശോയെ ഒറ്റ കൊടുക്കുന്ന വേഷം എനിക്ക് വേണ്ട. യുവദാസിന് യുവദാസ് കൂടുതൽ എൻ്റെ മോൻ ഒരിക്കലും യുവദാസാകണ്ട കേട്ടോ. എടാ, നമുക്ക് ഈ പടം വേണ്ട. നമുക്ക് ആ ഓസ്തി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. നിനക്കെന്താ പ്രാന്തായോ? ആ വെഞ്ചരിച്ച ഓസ്തിക്ക് വേണ്ടി എന്നമാരെല്ലാം ഇവിടെ കൂടിയേക്കുന്നേ. നിനക്ക് തോന്നുന്നുണ്ടോ എന്നമാരുടെ തിരിച്ചെടുക്കാൻ പറ്റുന്നു? എടാ, അതൊന്നും എനിക്കറിയില്ല. നമുക്കത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. എടാ, നീ കയ്യിലേക്കൊന്ന് നോക്കി. ഇതിന്റെ വിറയിൽ മാറിടാ. ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചതാ. ആ ഓസ്തി കൈ കിട്ടിയോടുകൂടി എടാ, എനിക്ക് അറിയില്ലടാ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന്. എടാ പ്ലീസ് പ്ലീസ് എടാ, നീ എൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് ആ അവസ്ഥ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. എന്നിട്ടത് തിരിച്ച് അച്ഛന് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇതിനൊക്കെ പ്രാശ്ചിത്തം ചെയ്യണം. എടാ പ്ലീസ്, എടാ പ്ലീസ് എടാ. നിന്റെ തലയ്ക്കോളവാ. കയ്യിലെ വിറയല് മാറിയെന്ന്. അങ്ങോട്ട് തിരിച്ചു പോകുന്ന കാര്യം ഓർത്തിട്ടേ എനിക്ക് വിറച്ചിട്ട് വയ്യ. നിനക്കറിയില്ല അമ്മാരെ. വാ പോകാം. അവസാനമായിട്ട് പറയുക, നീ വന്ന് വണ്ടി കയറ്. ഞാനില്ല, എനിക്കത് എങ്ങനെയെങ്കിലും എടുക്കണം. എന്നിട്ടിപ്പം അവനെവിടെ? പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ അവൻ്റെ മൊബൈൽ ഒരുപാട് ട്രൈ ചെയ്തു. നോക്കാവുന്നിടത്തൊക്കെ നോക്കി. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ ആ ഗ്യാങ്ങിന് പരിചയപ്പെടുത്തുന്നതിനെ കാണാൻ ഞാൻ പോയിരുന്നു. டேய், நீங்களால் இப்போ எனக்கு தாண்டா பிரச்சனை. யோர் ஃப்ரெண்ட் ஹி மெஸ்ட் எவ்ரிதிங் அப். அந்த ஃபெர்னாண்டோ இப்போ என் மேலே தாண்டா கோபத்தில் இருக்கான். உனக்கு ஃப்ரெண்டு வேணுமா? மை ஃபுட், ஜஸ்ட் ஃபர்கெட் ஹிம். ஏன் தப்புதா? இட்ஸ் மை மிஸ்டேக். அவனுக்கு என்ன ஆச்சுன்னு சொல்லு ப்ளீஸ். சொல்கிறேன். അങ്ങനെ ആ ഓസ്തി തിരിച്ചെടുക്കാൻ അവൻ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി. I want it back. இப்ப கன்ஃபார்ம் ஆயிடுச்சு, இது ஒரிஜினல் தான். டெவில்ஸ், this is real blessed one. So today we have a very special devilry with the body of Jesus and the blood of devils. You are done.
Even if the god comes down, you can't save this one. This one is for us. അവസാനം ആ ഓസ്തി അവരുടെ പെടാതിരിക്കാൻ അവൻ ഒരു വഴിയേ കണ്ടുള്ളൂ. I want to go home. എനിക്കെൻ്റെ ഭാര്യ പിള്ളേരെ കാണണം. പ്ലീസ് പ്ലീസ്. You ruined everything. My time, my credibility. And now you want to go. I will let you go. Go to the hell! அதுக்கப்புறம் என்னாச்சுன்னா எனக்கும் தெரியாது. പീറ്റർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നീ ഇത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. പീറ്റർ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ എല്ലാം പറയാം. എനിക്കെല്ലാം അറിയാം. അച്ഛൻ എനിക്ക് ഉപകാരം ചെയ്യണം. എനിക്ക് മരിയ പിള്ളേരെ കാണണം. അച്ഛൻ എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. കേസിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അവരെ കാണണം അച്ഛൻ. അച്ഛൻ വിചാരിച്ച നടക്കും. ഓക്കെ. ഹലോ, മരിയ, നീ എന്നോട് എന്തെങ്കിലും പറ. എന്നോട് അടിക്കെങ്കിലും ചെയ്യ്. വലിയ തെറ്റാണ് പീറ്റർ നിന്നോടും കർത്താവിനോടും ചെയ്ത്. പക്ഷേ അതിലും വലിയ ശരിയിലൂടെ അവൻ ആ തെറ്റുകളെല്ലാം മായ്ച്ചു കളഞ്ഞു. മോളെ, നിന്റെ പ്രാർത്ഥനകൾ ഉത്തരമാണിത്. സ്വന്തം തിരുശരീരം ആയുധമാക്കി കർത്താവ് നൽകിയ വലിയ അത്ഭുതമാണിത്. മോളെ, ഇനി നിന്റെ കണ്ണ് നിറയേണ്ടി വരില്ല, എനിക്കുറപ്പുണ്ട്. പീറ്റർ, നീ പത്രോസും കൂടിയാണ്. പാറ പോലെ ഉറച്ച വിശ്വാസം നിനക്കുണ്ട്. അതാണ് നിന്നെ രക്ഷിച്ചത്. ദിവികാരന പ്രഭയിൽ രക്ഷപ്പെട്ടത് നിന്റെ ഒരു ജീവൻ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ്. ഇനി അത് കൈവിടരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാഥ നീ എനിക്ക്